അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സുബഹിന്റെ ബാങ്കുലി കേട്ടുകൊണ്ടാണ് അന്ന് ബുഷി ഉണർന്നത്. അല്ലാ, യാ അല്ലാ, പഠിച്ചോനെ. അവൾ എഴുന്നേറ്റ് ബെഡിലിരുന്നു. പെട്ടെന്നാണ് അവൾക്ക് ഓർമ്മ വന്നത്, അതെ, ഞാനിപ്പോൾ നിൽക്കുന്നത് തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാണ് എന്നുള്ള കാര്യം. ഒരു നിമിഷം അവൾ ആ ബെഡിലേക്ക് നോക്കി. ഇല്ല, താൻ തനിച്ചു തന്നെയാണ്. അദ്ദേഹം ഇന്നലെ രാത്രി ഒരു ഫോൺ കോൾ വന്ന് പോയതാണ്, പക്ഷെ ഇതുവരെ എത്തിയിട്ടില്ല. അല്ല, സമയം, അതെ, സുബഹി ബാങ്കിൻ്റെ സമയത്ത് കൃത്യമായി ഉണർന്നു. തഹജ്ജുദ് നമസ്കരിക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ അറിഞ്ഞില്ല. രാത്രി ഉറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് ഉളൂഹ് ചെയ്ത് അതാ അവർ തന്ന ആ പർദ്ദയിൽ നമസ്കരിച്ചു. അവൾക്ക് ഭയം തോന്നി, മുസ്ഹഫില്ല. എങ്കിലും അവൾ ഫോണിൽ അതാ യാസീനെടുത്ത് ഓതി. സമയം ഇരുട്ട് തന്നെയാണ്, പക്ഷെ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ അറിയില്ലല്ലോ. അവൾ പെട്ടെന്ന് തന്നെ അത് അടുക്കളയിലേക്ക് പോകണമെന്ന് തോന്നി. ഇല്ല, അടുക്കളയിൽ ഒച്ചപ്പാടൊന്നുമില്ല. അവൾ പതുക്കെ അവിടെ ഇറങ്ങി അവിടെ മാകെ ഒന്ന് നോക്കി. പുറത്ത് ഇരുട്ട് തന്നെയാണ്, വെളിച്ചം വെച്ചിട്ടില്ല. പക്ഷേ ഇവിടെ എന്തൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം, അതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ല. അവൾ ആകെ ഭയന്നു. പക്ഷേ ഭർത്താവ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തോടെങ്കിലും ഒന്ന് ചോദിച്ചിട്ട്, എവിടെ, അദ്ദേഹവുമില്ല. അന്ന് ആ കല്യാണ പന്തലിൽ വെച്ച് ഇന്നലെ അവർ നോട്ടം കണ്ടു. റൂമിലേക്ക് വന്നൊന്ന് കിടന്നു എന്നല്ലാതെ അതുപോലെ പോവുകയും ചെയ്തു. ബുഷി ശരിക്കും സങ്കടപ്പെട്ടു. പഠിച്ചോനെ, ഇതാണോ വിവാഹ ജീവിതം? ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ വിവാഹ ജീവിതം? അതെ, ഇങ്ങനെ ഉണ്ടാവുമായിരിക്കും. എങ്കിലും അവൾ ക്ഷമിച്ചു. അവൾ നേരെ അടുക്കളയിലേക്ക് എത്തി ചായക്ക് വെള്ളം വെക്കുവാൻ വേണ്ടി നോക്കി. എന്നാൽ അതാ ഉമ്മ വരുന്നു. ആ, മോൾ എണീറ്റോ ഇത്ര പെട്ടെന്ന്? ഇവിടുത്തുകാരൊക്കെ 6, 7, 8 മണിയോ മോളെ എണീക്കാൻ. അവൾ, ഉമ്മ ചായക്ക് എന്താ? ഇവിടെ അതൊന്നും വലിയ പതിവില്ല. രാവിലെ വല്ല ഫ്രൂട്ട്സോ കാര്യങ്ങളായി കഴിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നാസ്ത ആക്കലേ. ഇപ്പോഴൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല. ആ, അവൻ എത്തിയില്ലല്ലോ? ഇല്ല. ആ, അവൻ ഡോക്ടറല്ലേ, ഡോക്ടർമാർ നമുക്ക് വിശ്വസിക്കണ്ട. ഒന്ന് കഴിയുമ്പോൾ മറ്റൊരു കേസ് വരും. അങ്ങനെ എങ്ങനെയായി ചിലപ്പോൾ 1-2 ദിവസമൊക്കെ പിടിക്കും ഓന് വീട്ടിലേക്ക് എത്താൻ. എന്നാലും ഇന്നലെ പോകേണ്ടിണ്ടായിരുന്നില്ല. ശരിക്കും ആ ഉമ്മയുടെ വാക്കുകൾ കേട്ട് അവളൊന്നും മിണ്ടാതെ നിന്നു. ആ, പിന്നെ ഇപ്പോഴെന്നെ ഇവിടെ ഭക്ഷണമൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി. നീ വേണമെങ്കിൽ പോയി കിടന്നോ. എന്നാൽ ബുഷിക്ക് അടുക്കള വിട്ട് പോകാൻ തോന്നിയില്ല. കാരണം എൻ്റെ ഉമ്മ പഠിപ്പിച്ചത്, സുബഹി നമസ്കാരം കഴിഞ്ഞ ഖുർആൻ പാരായണവും കഴിഞ്ഞാൽ പെൺകുട്ടികൾ അടുക്കളയിൽ കയറിയിട്ട് ഭക്ഷണം ഉണ്ടാക്കണം. അതൊക്കെ ഉമ്മ കുറേ പഠിപ്പിച്ചൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ അത് പതിവൊന്നുമില്ലേ? അവളൊരു നിമിഷം അവിടെയാകെ നോക്കി. അടുക്കളയിൽ ഫുഡുണ്ടാക്കിയ ലക്ഷണങ്ങളും കാര്യങ്ങളും അതൊന്നും കാണുന്നുമില്ല. ഇന്നലെ പിന്നെ രാത്രി എന്തൊക്കെയോ കഴിച്ച് എനിക്ക് തന്നെ ഓർമ്മയില്ല. ആരൊക്കെ എന്നെ കൊണ്ട് പോവുക പറഞ്ഞു. കൂടുതലായി ആൾക്കാരുണ്ടായിരുന്നില്ല. എന്നാലിപ്പോൾ ശരിക്കും ഭർത്താവിൻ്റെ മുഖം പോലും അവൾക്ക് ഓർമ്മയില്ല. അദ്ദേഹം വന്നിട്ടില്ല. എങ്കിലും അവൾക്ക് പിന്നീട് റൂമിലേക്ക് പോയി കിടക്കാൻ തോന്നിയില്ല. അവൾ അകമാകെ ഒരു ചൂലെടുത്ത് അടിച്ചു വാരി തുടങ്ങി. കുറച്ചൊക്കെ വേസ്റ്റ് അവിടെയും ഇവിടെയായി കിടക്കുന്നുണ്ട്. കാരണം തലേ ദിവസത്തെ കല്യാണത്തിൻ്റെ ആ ഒരു കച്ചറുകളും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്നുണ്ട്. അവൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് റെഡിയാക്കട്ടെ എന്ന് വിചാരിച്ചു. അതേ, പിന്നെ ഇപ്പം തന്നെ ലൈറ്റ് ഇട്ടുണ്ട്, ഉണർത്തണ്ട ആരും. ഉറങ്ങണോല് ഉറങ്ങിക്കോട്ടെ. ശരിക്കും ആ ഉമ്മയുടെ വാക്ക് കേട്ട് അവൾക്ക്, പഠിച്ചോനെ, ഇവരിനി എപ്പോഴും എണീക്ക് വെളിച്ചം വെച്ച് തുടങ്ങിയല്ലോ, എന്നിട്ട് പോലും. എന്നാൽ അവൾക്ക് എന്ത് ചെയ്യണമെന്നായിപ്പോയി. എന്നാൽ മുറ്റത്തേക്ക് പോയി മുറ്റം അടിച്ചു വാരിയാലോ? അവളതാ പുറത്തേക്ക് ഇറങ്ങാൻ. അത് പിന്നെ മുറ്റത്തേക്ക് പോയിട്ട് ഈ ഇരുട്ടത്ത് മുറ്റൊക്കെ അടിച്ചു വരാൻ പോയിട്ട് വല്ല ജന്തുക്കളും കടിച്ചാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതും പറഞ്ഞ് അവരെ കൂടുതൽ അവള് ഭയപ്പെട്ടു. ഇതിപ്പോ എന്താ സംഭവം? അവൾ അവിടെ ആകെ എന്ത് ചെയ്യണമെന്നായിപ്പോയി. വീണ്ടും റൂമിലേക്ക് പോയിട്ട് എന്തെങ്കിലും കുറച്ച് ഖുർആൻ ഓതിയാൽ അതായി എന്നവൾ വിചാരിച്ചു. പക്ഷേ അവൾക്ക് എന്തൊക്കെയോ ഒരു ഇത്. ഇവരെന്താ ഇവിടെ സ്ഥിരം താമസമല്ലേ? ഇതിവരെ വീടല്ലേ? ഇവരിവിടെ വിട്ട് പോവോ എന്നുള്ള ഓരോ ചിന്താഗതികൾ അവളുടെ മനസ്സിലേക്ക് വന്നു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഒരു കാറിൻ്റെ ശബ്ദം കേൾക്കുന്നു. അവളുടെ വയറൊന്ന് കാളി. അല്ല, എൻ്റെ ഭർത്താവ്, അദ്ദേഹം വരുന്നുണ്ട്. എന്നാൽ അതാ അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങി കാർ ഓഫ് ചെയ്ത്
നേരെ റൂമിലേക്കാണ് പോയത്. അവൾ ഭയന്നു. ഒന്നും മിണ്ടിയില്ല, മുഖത്തേക്ക് നോക്കിയില്ല. എന്താണാവോ ഇങ്ങനെ? അയാൾ പെട്ടെന്ന് ഫ്രഷായി അതാ ആ റൂമിൽ കിടന്ന് അങ്ങ് ഉറങ്ങുകയായിരുന്നു. അവൾക്ക് വല്ലാത്തൊരു നിരാശ തോന്നി. നിനക്ക് ഭക്ഷണമൊന്നും വേണ്ടേ? ഉമ്മയുടെ ആ ഒരു വിളി വേണ്ട. എന്നാൽ അവൾ അതെല്ലാം കേട്ട് എന്താ ഉമ്മയും മോനും തന്നെ വലിയൊരു ഇതിലല്ലേ, എന്തിപ്പോൾ സംഭവം? എന്നാൽ ഉമ്മ അതാ ഫ്രിഡ്ജിൽ അരച്ചു വെച്ച മാവ് എടുത്ത് കൊണ്ടുവരുന്നു. മോളെ ഇന്നാ ഇത് നിങ്ങളുടെ ചുട്ടൂട്. മോൾക്ക് ഈ ദോശ ചുട്ട് പരിചയമുണ്ടോ? ആ ഇന്നാതാ. അവളതാ ദോശ ചുടാൻ വേണ്ടി നിൽക്കുന്നു. നല്ല ഹൈ ഫ്ലെയിമിൽ ആ ചട്ടി അങ്ങ് പുകഞ്ഞു പൊന്തിപ്പോയി. എന്താ മോളെ ഇത്? ചട്ടി നീ കിട്ടുമോ ഇങ്ങനെ പുകച്ചാല്? അത് ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി പിന്നെ ലോ ആക്കണമെന്ന് അറിയില്ലേ? ഇതൊന്ന് പഠിപ്പിച്ചു തന്നില്ലേ ഉമ്മ? അത് ഈ ചട്ടി ഇതങ്ങനെയാണ്, വേഗം ചുട്ടൂട്. അവൾക്ക് ഭയം വന്നു, കാരണം ഉമ്മ ഓരോന്നിങ്ങനെ പറയുന്നു. ഇതിക്കുള്ള ചട്നിയും കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയോ? അവൾ ഒരു നിമിഷം തേങ്ങ കൊണ്ട് അല്ല, റെഡ് ചട്നി അറിയില്ല. അത് ടൊമാറ്റോ ബോയിൽ ചെയ്തിട്ട് അതിലേക്ക് കാശ്മീരി ചില്ലിയൊക്കെ ഇട്ടിട്ട് അരച്ച് ചെയ്യുന്ന അതറിയില്ലേ? അതെനിക്കറിയില്ല. എനിക്ക് വൈറ്റ് ചട്നി അതുണ്ടാക്കാൻ അറിയാം. അതെങ്കിൽ അത് മറ്റത് ഞാൻ ഉണ്ടാക്കാം. ഇനി അവൻ എപ്പോഴാവും എഴുന്നേറ്റ് വരിക? ശരിക്കും അവൾക്ക് ആ റൂമിലേക്ക് പോകാൻ തന്നെ ഭയം തോന്നി. വീട് പണികളെല്ലാം അവളും ഉമ്മയുടെ കൂടെ കഴിച്ചു. എന്നാൽ ഇനി അവൾക്ക് ഡ്രസ്സ് എടുക്കുവാൻ വേണ്ടി പോകണം റൂമിലേക്ക്, എന്നിട്ട് കുളിച്ച് മാറ്റണം അതിന് വേണ്ടിയിട്ട്. പക്ഷേ അയാൾ അവിടെ കിടക്കുമ്പോൾ എനിക്കെങ്ങനെ അങ്ങോട്ട് പോകാൻ തോന്നും? അയാൾ മറ്റു റൂമിലാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് തോന്നിപ്പോയി. പക്ഷേ മോളെ ഇനി കുളിച്ചോ, ഇനി അങ്ങോട്ട് നോക്കി നിൽക്കുന്നത്? ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാനായില്ലേ? രാവിലെ കുളിച്ച് അടുക്കളയിലേക്ക് ഇറങ്ങണം കേട്ടോ മോളെ. ഇന്നലെ രാത്രി ഇട്ട ഡ്രസ്സ് തന്നെയല്ലേ ഇത്? അതെന്താ കുളിക്കൊന്നും ചെയ്യാതിരുന്നത്? ശരിക്കും അവൾ ഞെട്ടിപ്പോയി. അല്ലെങ്കിൽ കുളിക്കാനിപ്പോൾ എന്താ, ഇന്നലെ ഫ്രഷായി കിടന്നതാണ്, ഇനിയിപ്പോൾ ജോലി കഴിഞ്ഞിട്ട് നജസൊന്നുമില്ലല്ലോ എന്നും അവൾ മനസ്സിൽ വിചാരിച്ചു. ഞാൻ കുളിക്കാൻ പോവുകയാണ്. ശരിക്കും പാവം ബുഷി വളരെയധികം ഭയത്തോടു കൂടിയായിരുന്നു അവിടെ കഴിഞ്ഞിരുന്നത്. അവൾ കുളിച്ച് മാറ്റി. പിന്നെ ഇന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തു. നാളെ എല്ലാം പഠിക്കാനട്ടോ. ഇങ്ങനെ ശരിയാവില്ല, കാരണം ഞാനും ചിലപ്പോൾ ജോലിക്ക് പോകും. എനിക്ക് ഇവിടെ ഇങ്ങനെ വീട്ടിലങ്ങനെ നിൽക്കുന്ന ഇഷ്ടമല്ല. ഞാൻ പുറത്ത് ജോലിക്കാണ് ഞാനും പോവാറുള്ളത്. ഓഫീസിലാണ് ഞാൻ. പിന്നെ നിനക്ക് വേണ്ടി ഇവിടെ നിന്നതാണ്. ശരിക്കും അവൾ അത് കേട്ട് അത്ഭുതപ്പെട്ടു. എല്ലാവരും ജോലിക്കാരാണോ എന്നുള്ള രീതിയിൽ. കല്യാണത്തിന് വേണ്ടി കുറച്ച് ലീവ് എടുത്തതാണ്. മോൾക്ക് കുക്കിങ്ങൊക്കെ അറിയാലല്ലേ? കുറച്ചൊക്കെ അറിയാം. എന്നാൽ മോള് ഫ്രഷ് ആയിക്കോ, പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഫ്രഷ് ആയി വാ, കുളിച്ചോ. ശരിക്കും അവൾക്ക് ആ ബെഡ്റൂമിൽ അറ്റാച്ച്ഡുള്ള ബാത്റൂമിൽ കുളിക്കാൻ പേടി തോന്നി. ഡ്രസ്സ് എടുക്കാൻ തന്നെ അവൾക്ക് ഭയം തോന്നി. അത് വാതിൽ ചാരി ഇട്ടിരിക്കുന്നു. അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ അവൾക്ക് വാതിൽ തുറക്കാൻ ഭയം തോന്നി, വിഷമം തോന്നി. എങ്കിലും അവൾ പതുക്കെ തുറന്നാൽ ഇനി ശബ്ദമുണ്ടായിട്ട് അദ്ദേഹം എഴുന്നേൽക്കും എന്നുള്ള ഭയമുണ്ടായിരുന്നു അവൾക്ക്. പതുക്കെ അവൾ അവളുടെ ആ മണിയറയുടെ വാതിൽ തുറന്നു. ആ ഒരു കാഴ്ച, അത് അയാൾ സുഖമായ ഉറക്കത്തിലാണ്. AC-യുടെ തണുപ്പ് നല്ലോണം കൂട്ടിയിട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ പുതച്ചുറങ്ങാണ്. അവൾ പതുക്കെ അലമാര തുറക്കുവാൻ വേണ്ടി നിന്നു. എന്നാൽ ആ ശബ്ദം കേട്ട് എന്താ? ആരാ? അത് എന്താ? ഞാൻ ഡ്രസ്സ് എടുക്കാൻ. ഡ്രസ്സ് എടുത്ത് വാതിലടിച്ച് പോ. ശരിക്കും അയാളുടെ വാക്കുകൾ കേട്ട് അവൾ ഞെട്ടിത്തെറിച്ചു പോയി. അത് തന്നെ ഒരു അന്യയെ പോലെയാണ് കാണുന്നത്. തന്നോട് ഒരിഷ്ടം തോന്നുന്നില്ല, ഒന്നുമില്ല. അല്ലെങ്കിലും അയാളുടെ അടുത്തേക്ക് അടുക്കാൻ പേടി തോന്നാണ്. പഠിച്ചോനെ, എന്താ ചെയ്യുക? അവൾ ഭയത്തോടെ അവളുടെ വസ്ത്രമെടുത്തു. നേരെ ബാത്റൂമിലേക്ക്. ഇല്ല, അകത്തേക്ക് പോകുന്നില്ല. ഇനിയൊരു പക്ഷേ അയാൾ ഉണർന്നാൽ എന്തെങ്കിലും ചോദിച്ചാലോ? അവൾ ഭയത്തോടെ പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ ഉമ്മ ചോദിച്ചു, അതെ കുട്ടി ബാത്റൂം അറ്റാച്ച്ഡാണെന്നുള്ള കാര്യം കുട്ടിക്ക് അറിയില്ലേ? എന്താ കുട്ടി ഇങ്ങോട്ട് വന്നത്? ഒന്നുമില്ല, ഞാൻ അവിടെ അവർ ഉറങ്ങല്ലേ. അവരോ? നിന്റെ ഭർത്താവല്ലേ?
നിന്നോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനുണ്ട്. അതുപോലെ മോള് ചെയ്യണം കേട്ടോ. ശരിക്കും ആ ഉമ്മയുടെ വാക്കുകൾ കേട്ട് അവളൊന്ന് ഞെട്ടി. എന്ത്? അത് പറയാം മോള്, സാവകാശം ഞാൻ പറയാം. മോള് കുളിച്ച് ഫ്രഷാക്, എൻ്റെ ഭക്ഷണം കഴിക്കാൻ നോക്ക്. അപ്പോഴേക്കും അവൻ എഴുന്നേറ്റ് വരികയായിരിക്കും. അവൾ കുളിച്ചു. പുറത്തു നിന്ന് തന്നെ ഡ്രസ്സ് മാറി. ഇനി എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ അലക്കാനുണ്ടാവുമോ? അത് ചോദിക്കേണ്ടി വരുമോ? ശരിക്കും ബുഷിക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നു വിവാഹം കഴിച്ച വീട്ടിൽ. കാര്യം ഭർത്താവ് കാര്യമായിട്ടൊന്നും മിണ്ടുന്നില്ല, പറയുന്നില്ല. അദ്ദേഹം രാത്രി പോയി ഇപ്പോഴിതാ പകല് കിടന്നുറങ്ങുന്നു. ഇനിയും രാത്രി ഡ്യൂട്ടിക്ക് പോയാൽ എന്തായിരിക്കും? ഇതാണോ വിവാഹ ജീവിതം എന്നുവരെ അവൾ ഭയപ്പെട്ടു. ഒരു നിമിഷം അവൾ ഷാമിലിനെ ഓർത്തു. അതെ, വിവാഹം കഴിച്ചില്ലെങ്കിലും ഷാമിലിൻ്റെ ആ ഒരു വാക്കുകൾ, അവൻ്റെ ആ കരുതൽ, അത് അവൾ ഓർത്തു. കാരണം 10-23 വയസ്സ് പ്രായമേ ഉള്ളൂ. എങ്കിലും അവൻ്റെ ഒരു പക്വതയും അവൻ്റെ ഒരു കരുതലും. ഇദ്ദേഹത്തിന് എന്തായാലും 28-29-30 വയസ്സോളം പ്രായമുണ്ടാകും. എന്നിട്ട് പോലും ഒരു ആളോട് എങ്ങനെ പെരുമാറണം എന്ന് പോലും അറിയുന്നില്ലല്ലോ. അതെ, 23-കാരനായ ഷാമിലിൻ്റെ ആ ഒരു കഴിവുകളെ കുറിച്ച് ഓർത്തു. അവനാണ് മനുഷ്യൻ, മനുഷ്യത്വമുള്ള ആള്. അല്ലാതെ ശരിക്കും അവള് ബാത്റൂമിൽ നിന്ന് കരഞ്ഞു പോയി. സാരല്ല, ഓരോരുത്തർക്കും ഓരോ വിധി ഉണ്ടാവുമല്ലോ, അതായിരിക്കും. അവൾക്ക് കുളി കഴിഞ്ഞിറങ്ങി റൂമിലേക്ക് പോകാൻ തന്നെ പേടി തോന്നി. അതെ, നിസ്കരിക്കണം അവിടെ പോയിട്ട്. പക്ഷേ അയാൾ അവിടെ ഉണ്ടാകുമ്പോഴേ ഭയം തോന്നി അവൾക്ക്. ഇനിയിപ്പോ വല്ല ശബ്ദവും കേട്ട്. എന്നാൽ ഈ സമയം അത് ഉമ്മ വിളിക്കുന്നു. മോളെ. ആ, എന്താ മോളിങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുന്നത്? മോളെ, നിന്നോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് നീ അവനെ ശരിയാക്കി എടുക്കണം. എൻ്റെ മോനൊരു ഡോക്ടറൊക്കെ തന്നെയാണ്. പക്ഷേ അവന് ഡോക്ടറാണെങ്കിൽ കൂടിയിട്ട് അവന് വിവാഹത്തിനൊന്നും വലിയൊരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല മോളെ. മോളോട് പറയുകയാണെങ്കിൽ അവനെ നീ താല്പര്യപ്പെടുത്തി എടുക്കണം മോളെ. നിന്റെ മിടുക്ക് അതിലൂടെ നീ തെളിയിക്കണം. ശരിക്കും അവൾ ഞെട്ടിപ്പോയി. അതെ, ആദ്യമായി വിവാഹം കഴിച്ച് കടന്നു വന്നതാണ് ഈ വീട്ടിലേക്ക്. എന്താണെന്ന് ഏതാണെന്നോ ഒന്നും എനിക്കറിയുന്നില്ല. പക്ഷേ സാധാരണ രീതിയിൽ വിവാഹം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടക്കും ഉറങ്ങും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഉമ്മ പറയുന്നത് എന്താ ഇങ്ങനെ? അവൾ ആശ്ചര്യത്തോടെ ഉമ്മയെ നോക്കി. മോളെ, നീ ഇങ്ങനെ അന്തം വിട്ട് നോക്കൊന്നും വേണ്ട. അതെ, അവന് കുറച്ച് പിന്നോട്ടാണ് ഈ കാര്യങ്ങളിലേക്കൊക്കെ. അതുകൊണ്ട് മോൾ അവനെ റെഡിയാക്കി എടുക്കണം. എന്താ? ശരിക്കും അവൾ ഭയന്ന് പോയി. റബ്ബേ, ഇതിനു വേണ്ടിയിട്ടാണോ എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചത്? ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക്. എന്നാൽ അവൾ വളരെയധികം സങ്കടത്തോടു കൂടെ നോക്കി. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ചായയുടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് വന്നു. ശരിക്കും അവൾ ഒരു ഭാഗത്തേക്ക് മാറി നിന്നു. അത് എൻ്റെ ഭർത്താവാണ്. പക്ഷെ എന്തെന്നറിയില്ല, അയാളോട് അടുക്കുവാനും തോന്നുന്നില്ല, ഒന്നും മിണ്ടാനും തോന്നുന്നില്ല. എന്നോടും അങ്ങനെ തന്നെ. മോളെ, ആ ചായ എടുത്തു കൊടുത്തേക്ക്. ഉമ്മ ഉണ്ടാക്കി വെച്ച ചായയും കടിയും അതാ അവൾ എടുത്തു കൊടുക്കുന്നു. എന്നാൽ അവൻ ഒന്നും മിണ്ടാതെ അത് കഴിച്ചു തിരിച്ച് റൂമിലേക്ക് തന്നെ പോകുന്നു. അവൾ ശരിക്കും അത്ഭുതപ്പെട്ടു. സത്യത്തിൽ ഇയാൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അതോ എന്താണ് ഇങ്ങനെ? അവൾ വളരെയധികം ആശ്ചര്യത്തോടു കൂടെ നോക്കുകയാണ് അയാളുടെ ആ കാട്ടിക്കൂട്ടലുകൾ. കാര്യം ഒന്നുമില്ല, ഞാനിവിടെ ഒരു മനുഷ്യൻ ഒരു ഭാര്യയായിട്ട് വന്നുവെന്നോ അതിനെക്കുറിച്ചുള്ള ചിന്തയും കാര്യങ്ങളും ഒന്നുമില്ല. എന്തോ ഒരു മന്ദപ്പ്. അവൾക്ക് കരയണമെന്ന് തോന്നി. എന്നാൽ വീട്ടിൽ നിന്ന് അല്പസമയം കഴിഞ്ഞപ്പോൾ ഉമ്മയും അതാ അജ്മലും ഭാര്യയും വരുന്നു. എല്ലാവരെയും ഉമ്മ സ്വീകരിച്ച്. ആ വരി, ഇരിക്കേ. എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ? എന്നാൽ അവൾ എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചു നിന്ന് പോവുകയാണ്. എന്നാൽ ഉമ്മ പറഞ്ഞു, മോളെ വിഷമിക്കണ്ട, 2 ദിവസം ശീലാവോളം അങ്ങനത്തെ ഒരു പ്രയാസമൊക്കെ ഉണ്ടാവും. പിന്നെ അങ്ങോട്ട് ശീലമായി കഴിയുമ്പോഴേ ഒക്കെ റെഡിയാവും. മോൾക്ക് ഇവിടെ വന്ന ആ ഒരു പകപ്പ് വീണ്ടും മാറിയിട്ടില്ലല്ലേ? എന്നാൽ അവിടുത്തെ ഉമ്മ പറഞ്ഞു, അതൊക്കെ റെഡി ആയിക്കോളും, 2 ദിവസം കഴിയട്ടെ, അപ്പോഴേക്കും ഒക്കെ ഒന്ന് റെഡി ആയി വരും. ഇത് ഫസ്റ്റ് ടൈം അല്ലേ, തീരെ അങ്ങനെ കാണാൻ വന്നൊന്നും കണ്ടു എന്നല്ലാതെ
തീരെ സംസാരിക്കാത്തയും കാണാത്തയും മക്കളല്ലേ, അവർക്ക് അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാവും. കുറേ കഴിയുമ്പോൾ ശരിയാവണം. അതാ ഞാൻ അവളോട് പറഞ്ഞ, മോളെ നീയും കൂടി ആക്റ്റീവ് ആക്ക്. നിങ്ങൾ രണ്ടുപേരും ഒത്തൊരുമിച്ചാലല്ലേ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ. അല്ലാതിപ്പോൾ ഒരാൾ മിണ്ടണില്ല ഒരാൾ പറയണില്ല വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഒഴിഞ്ഞു മാറാൻ പാടില്ലല്ലോ. എന്താണ് പറയുന്നത്? അല്ലേ, രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും ഇതിനും മടി. പിന്നെ ഇപ്പം എന്താ ചെയ്യുക? എന്നാൽ ഈ സമയം അജ്മൽ അതാ അളിയനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അളിയ എന്തൊക്കെയുണ്ട്? ആ സുഖമാണ്. ഞാൻ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി തിരക്കായിട്ടേ ഭയങ്കര ഒരാഴ്ച ലീവ് എടുക്കണമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴേക്കും അർജൻറ്റായിട്ട് ഓരോ കേസ് ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് തന്നെ ഒരുപാട് ടെൻഷനാണ് രീതിയിൽ. എന്നാൽ അജ്മൽ പറഞ്ഞു, എന്താ എന്നാൽ പിന്നെ ഒരാഴ്ച ലീവ് എടുത്താൽ അതെന്താ ചെയ്യും? നമ്മളെ പേഷ്യൻസൊക്കെ വരുമ്പോൾ നമ്മൾ വേണ്ട രീതിയിൽ പോകാൻ പറ്റില്ലല്ലോ, നമ്മളെ കരുതി വരുന്നവരല്ലേ. ഓ അങ്ങനെ. അപ്പോഴേക്കും അവർക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം അവിടെ സെറ്റായി. എല്ലാം ഓർഡർ ചെയ്തതായിരുന്നു. ഉമ്മ മകളെ ഉപദേശിച്ചു, മോളെ എന്താണെങ്കിലും ക്ഷമിക്കണം കേട്ടോ, കാരണം തുടക്കമാണ്, ഒക്കെ റെഡിയായി വരാൻ കുറച്ച് സമയം പിടിക്കും, ക്ഷമിക്കണം. എന്നെങ്കിൽ തന്നെ എല്ലാവരും ക്ഷമിച്ചവരെ വിജയിച്ചിട്ടുള്ളൂ. മോളും ക്ഷമിക്കണം കേട്ടോ, എന്തെങ്കിലുമൊക്കെ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഉമ്മ. എന്താ മോളെ, മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ് ഇല്ല ഉമ്മ, ഒന്നുമില്ല. മോളെ ഒക്കെ ശരിയാവും. എന്നാൽ ഉമ്മ, മോനെ. ഉമ്മ എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ? മോന് സുഖം തന്നെ. അല്ല, നിങ്ങളെന്നാ അങ്ങോട്ട് വിരുന്ന് വരുന്നത്? നമുക്ക് സൽക്കാരം ഉണ്ടാക്കണമല്ലോ. ഉമ്മ അത് പറയാം. എന്നാൽ അപ്പോഴേക്കും അജ്മൽ അവിടെ എത്തി പറഞ്ഞു, ഉമ്മ തിരക്കാണത്രേ നമ്മളെ മരുമകൻ ഡോക്ടർക്ക്. അതുകൊണ്ട് തന്നെ തിരക്കാണല്ലേ. ഏതായാലും തിരക്ക് കഴിഞ്ഞിട്ടുന്ന ഒരു ദിവസം വരി നിങ്ങൾ. എന്തൊക്കെ തന്നെയും അവർക്ക് ഡോക്ടർ മരുമകനായി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമായിരുന്നു. പക്ഷേ ബുഷിയുടെ സ്ഥിതിഗതികൾ അവൾ ആരോടും പറഞ്ഞില്ല. അവൾ അതെല്ലാം മറച്ചു വെച്ചു. അങ്ങനെ അവരെല്ലാവരും വന്നു പോയി. അന്നും അവൾ പ്രതീക്ഷയോടെ മണിയറയിലേക്കെത്തി. അവൻ ആ ബെഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. ബുഷിയെ കണ്ടതും അവൻ എഴുന്നേറ്റിരുന്നു. ബുഷിയുടെ ഇന്നത്തെ രാത്രി എങ്ങനെയായിരിക്കും? അതെ, അവനോട് അവൾക്ക് പൊരുത്തപ്പെട്ട് പോകുവാൻ കഴിയുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.